പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ദില്ലിയിൽ ചേരുകയാണിപ്പോൾ. ന്യായ് യാത്രയ്ക്കിടെ കോൺഗ്രസ് മുന്നോട്ടുവച്ച 25 വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും. മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിനായി തെരഞ്ഞെടുപ്പ് സമിതി യോഗം വൈകിട്ട് ചേരുന്നുണ്ട്. രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗമാണ് ദില്ലിയിൽ പുരോഗമിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലാണ് യോഗം. കോൺഗ്രസ് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങളും പാലിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. കർഷകർക്കും യുവാക്കൾക്കും വനിതകൾക്കും പ്രാധാന്യം നൽകുന്നതാകും പ്രകടന പത്രിക. 25 ഉറപ്പുകൾ പ്രകടന പത്രികയിലുണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ യാത്രയുടെ വിജയം ഇന്നത്തെ പ്രവർത്തക സമിതിയിൽ ചർച്ചയാകും. യാത്രയെ അഭിനന്ദിക്കുന്ന പ്രമേയം പാസാക്കാനും ഇടയുണ്ട്. വയനാടിന് പുറമെ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ റായ്ബറേലിയിൽ പ്രിയങ്ക സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യത്തിലും ഇന്ന് വ്യക്തതയുണ്ടാകും. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.